ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യ അവകാശങ്ങൾ ലഭിക്കാൻ അർഹരാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഭിന്നശേഷി ജനങ്ങൾക്കും അർഹിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും അവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ കോഴിക്കോട് എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹമിത്ര എന്ന പദ്ധതി. ഈ പദ്ധതിയിലൂടെ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷി ജനങ്ങൾക്കും UDID കാർഡ് അഥവാ യുണീക് ഡിസബിലിറ്റി കാർഡ് ഉറപ്പുവരുത്തുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഓരോ ഭിന്നശേഷിക്കാരനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും നേടിക്കൊടുക്കുവാൻ സഹായിക്കുന്ന ഒരു സവിശേഷ തിരിച്ചറിയൽ രേഖയാണ് യുണീക് ഡിസബിലിറ്റി കാർഡ് അഥവാ UDID. ജില്ലാ ഭരണകൂടം, സാമൂഹ്യ സുരക്ഷാ മിഷൻ, സാമൂഹ്യ നീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങിയ അനേകം വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സഹമിത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഫോമിലെ വിവരങ്ങളാണ് നിങ്ങൾ UDID പോർട്ടലായ സ്വാവലംബൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. UDID രജിസ്ട്രേഷനായി ആദ്യം തന്നെ സ്വാവലംബൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. പോർട്ടലിൽ അപ്ലൈ നൗ എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ ഫോമിൽ റീജിയണൽ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുക. അപേക്ഷകന്റെ പേര് ആധാറിലുള്ളതുപോലെ തന്നെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളം ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു മലയാളം ടൈപ്പിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റീടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം എറർ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം അപേക്ഷകന്റെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ഫോമിൽ തന്നതുപോലെ ടൈപ്പ് ചെയ്യുക. അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ഫോമിൽ തന്നതുപോലെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമെയിൽ ID തന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപേക്ഷകന്റെ ജനന തീയതി ആധാറിൽ വർഷം മാത്രമാണ് നൽകിയതെങ്കിൽ 0101 അതിനോടൊപ്പം വർഷവും ചേർത്ത് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ശേഷം കാറ്റഗറി, ജെൻഡർ, ബ്ലഡ് ഗ്രൂപ്പ് എന്നിവയിൽ ഫോമിൽ നൽകിയ ഡേറ്റ ഉപയോഗിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. റിലേഷൻ വിത്ത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന കോളത്തിൽ അപേക്ഷകനും കെയർ ടേക്കറും തമ്മിലുള്ള ബന്ധം സെലക്ട് ചെയ്യുക. കെയർ ടേക്കറുടെ പേര്, ഫോൺ നമ്പർ എല്ലാം ഫോമിൽ തന്നതുപോലെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി അപേക്ഷകന്റെ ബേസിക് ഡോക്യുമെന്റ്സ് ആയ ഫോട്ടോ, സിഗ്നേച്ചർ, ആധാർ കാർഡ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്യുമെന്റ്സ് സ്വാവലംബൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി പ്രത്യേക റെസൊല്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഫോട്ടോ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ 5 മുതൽ 100 KB സ്കാൻ ചെയ്ത PNG ഫോർമാറ്റിലുള്ള ഡാറ്റാസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആധാർ കാർഡ് 5 മുതൽ 500 KB അതോടൊപ്പം സിഗ്നേച്ചർ 3 മുതൽ 30 KB ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിയർ സ്കാനർ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ഫോട്ടോ എടുത്ത് എഡ്ജസ് കറക്റ്റ് ചെയ്ത് താഴെയുള്ള ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ഇമേജിൽ നിന്ന് ഒറിജിനലിലേക്ക് കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത ഫയൽ ഷെയർ ചെയ്യുന്ന സമയത്ത് PDF-ൽ നിന്ന് JPG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സൈസ്, പ്രിഫേർഡ് ആയിട്ടുള്ള സൈസ് ഏതാണോ അത് ചൂസ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ U എന്ന് പറയുന്ന ചാറ്റിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത ഡോക്യുമെൻറ്റ് കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് വെബ് വഴി ഡൗൺലോഡ് ചെയ്ത് ഫയൽസിൽ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിനായി സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. സ്പ്ലിറ്റ് സ്ക്രീനിൽ ഒരു സ്ക്രീനിൽ സ്വാവലംബൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുക, മറ്റൊരു സ്ക്രീനിൽ ഫയൽസ് ഓപ്പൺ ചെയ്ത് ഡ്രോപ്പ് ഡൗൺ മെത്തേഡ് യൂസ് ചെയ്ത് ഡോക്യുമെൻറ്റ് നമുക്ക് സ്വാവലംബൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സെയിം മെത്തേഡിൽ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓപ്ഷണൽ ഡീറ്റെയിൽസിൽ പേഴ്സണൽ ഇൻകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇലിറ്ററേറ്റ് ആണെങ്കിൽ ഇലിറ്ററേറ്റ് മെൻഷൻ ചെയ്യുക. 1 മുതൽ 4 വരെ പ്രൈമറി, 5 മുതൽ 7 വരെ മിഡിൽ ബാർ ഹയർ പ്രൈമറി, 8 മുതൽ 10 വരെ സീനിയർ സെക്കൻഡറി, +1 +2 ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, PG ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡോക്ടറേറ്റ്. ഏത് ക്വാളിഫിക്കേഷനാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം അൺഎംപ്ലോയിഡ് ഓർ എംപ്ലോയിഡ് എന്ന കോളത്തിൽ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡിലേക്ക് ആധാർ കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ഐഡൻറ്റിറ്റി പ്രൂഫിൽ നേരത്തെ ഓൾറെഡി സ്കാൻ ചെയ്തു വെച്ച ആധാർ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഐ അഗ്രി എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് ടിക്ക് ചെയ്യുക. നേച്ചർ ഓഫ് ഡോക്യുമെൻറ്റ് ഫോർ അഡ്രസ് പ്രൂഫിൽ ആധാർ കാർഡ് ചൂസ് ചെയ്യുക. പ്രൂഫ് ഓഫ് കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ
അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അഡ്രസ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗം അപ്ലോഡ് ചെയ്തില്ലേ എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ആധാറിലുള്ളതുപോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ഫിൽ ചെയ്യുക. പിന്നീട് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സിറ്റി, സബ് ഡിസ്ട്രിക്ട്, തഹസിൽ, വില്ലേജ്, ബ്ലോക്ക് എന്നീ ഡേറ്റാസ് ഫോംസിൽ നിന്ന് കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആധാറിൽ മെൻഷൻ ചെയ്ത പിൻകോഡ് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡിസബിലിറ്റി ഡീറ്റെയിൽസിൽ ഡിസബിലിറ്റി ടൈപ്പ് ഫോമിൽ നൽകിയത് തന്നെ ടൈപ്പ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി സെലക്ട് ചെയ്യുക. ഡിസബിലിറ്റി ഡ്യൂ ടു ഫോമിൽ നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അത് ടൈപ്പ് ചെയ്യുക. ഡിസബിലിറ്റി ഡ്യൂ ടു കൺജനിറ്റൽ ആണെങ്കിൽ ബൈ ബർത്ത് എന്ന കോളത്തിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അറ്റാച്ച്ഡ് ആണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ അപ്പർ റൈറ്റ് കോർണർ ഓർ ലോവർ കോർണറിൽ അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലും അഥവാ മാഞ്ഞുപോയ സിറ്റുവേഷൻസിലും 001, 002 എന്നിങ്ങനെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ അപ്പർ റൈറ്റ് കോർണറിൽ അവൈലബിൾ ആയിരിക്കും, ഓറൽസ് ലോവർ റൈറ്റ് കോർണറിൽ അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ സിഗ്നേച്ചറുടെ കൂടെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റിയിൽ മെഡിക്കൽ അതോറിറ്റി ചൂസ് ചെയ്യുക. ഡിസേബിലിറ്റി പെർസെൻറ്റേജ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൽ നൽകിയത് തന്നെ ടൈപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ശേഷം ഹോസ്പിറ്റൽ ഓഫ് അസസ്മെൻറ്റ് വിഭാഗത്തിൽ അപേക്ഷകൻ മറ്റൊരു ജില്ലയിലോ ഡിസ്ട്രിക്റ്റിലോ ആണ് ഓൾറെഡി ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അല്ലാത്ത പക്ഷം നോ സെലക്ട് ചെയ്യുക. ഹോസ്പിറ്റൽ നെയിം മെഡിക്കൽ ബോർഡിൽ പ്രിസ്ക്രൈബ് ചെയ്തത് ഓപ്ഷനിൽ അവൈലബിൾ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം അപ്ലിക്കൻറ്റിന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. ശേഷം ക്യാപ്ച സം ചെയ്ത ആൻസർ ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് നൽകുക. UDID രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായി ഇതുവരെ എൻ്റർ ചെയ്ത ഡേറ്റ റീചെക്ക് ചെയ്യുന്നതിനായുള്ള വിൻഡോ വരുന്നതാണ്. ഈ സമയത്ത് UDID രജിസ്ട്രേഷനൊപ്പം നമ്മൾ തന്മുദ്ര സർവേയും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഭിന്നശേഷി ജനങ്ങളുടെ അടിസ്ഥാന വിവര ശേഖരണമാണ് തന്മുദ്ര. UDID രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായി തന്മുദ്ര പോർട്ടൽ ഓപ്പൺ ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ തന്മുദ്ര പോർട്ടൽ ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ സ്വാവലംബൻ പോർട്ടൽ ഓപ്പൺ ചെയ്ത് തന്മുദ്രയിലേക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് സ്വാവലംബൻ പോർട്ടലിൽ നിന്ന് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇമെയിൽ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ഒപ്പം ക്യാപ്ചയും ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ശേഷം ഡിസ്ട്രിക്റ്റിൽ കോഴിക്കോട് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ LSGD, കോർപ്പറേഷൻ, അംഗനവാടി, വാർഡ് നമ്പർ എന്നിവ തന്നിരിക്കുന്ന ഫോമിൽ നിന്ന് ചെക്ക് ചെയ്ത ശേഷം ഡാറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ തുടങ്ങിയ ഡേറ്റാസ് ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്വാവലംബൻ പോർട്ടലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈസ് ആധാർ അവൈലബിൾ എന്ന ക്വസ്റ്റ്യന് യെസ് എന്ന ആൻസർ നൽകി ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. നെയിം ആസ് പെർ ആധാർ കോളത്തിൽ ആധാറിൽ നൽകിയ പേര് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. ആപ്ലിക്കൻ ബെഡ് റിഡൺ ആണെങ്കിൽ യെസ് എന്ന് നൽകുക. ഈ ഡേറ്റ ഫോമിൽ ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം മെഡിക്കൽ ബോർഡ് അവൈലബിൾ ആണെങ്കിൽ യെസ് എന്ന് നൽകി കൂടുതൽ ഡീറ്റെയിൽസ് സ്വാവലംബൻ പോർട്ടലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. UDID നമ്പർ അവൈലബിൾ അല്ലെങ്കിൽ നോ നൽകി UDID എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. സ്വാവലംബൻ പോർട്ടലിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന നമ്പറാണ് UDID എൻറോൾമെൻറ്റ് നമ്പർ. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്മുദ്രയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് സബ്മിറ്റഡ് എന്ന് നൽകി ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.